സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ കറിയാണ്, ഫിഷ് നിർവാണ. ആദ്യം തന്നെ ഫിഷിനെ നമുക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ടുള്ള കൂട്ടുണ്ടാക്കാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, നാരങ്ങാനീര്, ഉപ്പ്. ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിന് എടുത്താൽ മതി. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക, യോജിപ്പിക്കണം. ഉപ്പൊക്കെ ഇട്ട് ഒന്ന് യോജിപ്പിക്കുക. എന്നിട്ട് അത് നമ്മൾ ഫിഷിൽ പുരട്ടി വെക്കാം. ഞാനിവിടെ 4 പീസ് മീനാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഓരോന്നിനകത്ത് ഓരോന്നും 2 സൈഡും ഇങ്ങനെ പുരട്ടി കൊടുക്കുക. 4 സൈഡ് 4 മീൻ അതേപോലെ തന്നെ 4 പീസ് പുരട്ടി വെക്കാം. ഒരു 10 മിനിറ്റ് അത് മാരിനേറ്റ് ചെയ്തൊന്ന് വെക്കണേ. അതിന് ശേഷം നമുക്ക് ഒരു ഫ്രൈങ് പാനിൽ എണ്ണ ഒഴിച്ച് നമുക്ക് ഇതിനെ ഒന്ന് വറുത്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു ഷാലോ ഫ്രൈ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും 2 പ്രാവശ്യം ഒന്ന് തിരിച്ച് മറിച്ച് വിട്ട് എടുക്കാം. എന്നിട്ട് ഈ എണ്ണ ബാക്കി വരുന്ന എണ്ണ നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം. നമുക്ക് ആ ഫിഷ് കറി ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിത് 4 വറുക്കാനായിട്ട് വെച്ചു. ഇനി അതിന് ബാക്കി വേണ്ട സാധനങ്ങൾ: പച്ചമുളക്, മാങ്ങ, ഇഞ്ചി, അതെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് വെക്കണം. പിന്നെ വേണ്ടത് ഒരു 1/4 പാല്, തേങ്ങയുടെ ആദ്യത്തെ പാല് കട്ടിയുള്ളതായിരിക്കണം. ഇനി നമുക്ക് ചട്ടിയിൽ ഇലയൊക്കെ വെച്ച് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഈ സമയത്ത് ആ വറുത്ത എണ്ണ വേണമെങ്കിൽ ഒഴിക്കാം. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പാലൊഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ആ എണ്ണ ഒഴിക്കുന്നത്. അതിന് മുന്നേ ഞാനിപ്പോൾ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് മീൻ കഷ്ണങ്ങളൊക്കെ, വറുത്ത് വെച്ച മീൻ കഷ്ണങ്ങളൊക്കെ അതിലോട്ട് വെച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് കട്ടിയുള്ള തേങ്ങാപ്പാലില്ലേ, 1/4 പാല്, അത് നമ്മൾ ഒഴിച്ച് കൊടുക്കും. 1/4 പാല് മാത്രമേ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുകയുള്ളൂ കേട്ടോ. എന്നാലേ കറിക്ക് നല്ല ടേസ്റ്റ് വരുള്ളൂ. പിന്നെ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 പച്ചമുളകാണ് ഇവിടെ എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മാങ്ങ ഇടാം. മാങ്ങ നീളത്തിലിങ്ങനെ ഒരു പീസായിട്ട് ഇട്ട് കൊടുക്കുക. പുളിയുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. മാങ്ങ നല്ലതാണ്, ഇതിനകത്ത് കിടന്ന് വെന്ത് കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് മാങ്ങയൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം ഇതൊന്ന് തിളപ്പിക്കാം. ഒരു തിള വരുന്നുണ്ട്. അത് കഴിഞ്ഞ് വെച്ച് കൊച്ചിരി ഉപ്പും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഒന്ന് വറ്റി വന്നു കഴിയുമ്പോൾ കറി റെഡിയാവും. കറിയെല്ലാം വറ്റി വന്ന് നല്ല റെഡിയായിട്ടുണ്ട്. ഫിഷ് നിർവാണ റെഡിയായി. നിങ്ങൾക്കെല്ലാവർക്കും ഈ വിഭവം, ഈ കറി ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇന്ന് നമുക്ക് ചീര കൊണ്ടുള്ളൊരു വിഭവം ഉണ്ടാക്കാം. ഹെൽത്തിയും ടേസ്റ്റിയുമായി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചീരത്തോരനായാലോ. അതിനായി കഴുകി വൃത്തിയാക്കിയ ചീര ചെറുതായി അരിഞ്ഞെടുക്കുക. ഒരു ഒനിയൻ കട്ട് ചെയ്തെടുക്കുക. ജീരകം, പച്ചമുളക്, ഗാർലിക്, തേങ്ങ, പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ ആവശ്യത്തിന് എണ്ണയും കടുകും ഇടുക. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമ്മൾ ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 1 സവാളയാണ്. അത് ചെറുതായി അരിഞ്ഞെടുക്കുക. സവാള ഒന്ന് വാടി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള തേങ്ങ അരച്ചെടുക്കാം. അതിനായി നമുക്ക് 1 പിടി തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇടുക. ആവശ്യത്തിനുള്ള ജീരകം ചേർക്കുക. പച്ചമുളക്, ഗാർലിക്,
ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് ചെറുതായി അരച്ചെടുക്കുക. ഒരുവിധം വാടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക. ഈ തേങ്ങയുടെ അരപ്പ് പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. പച്ചമുളകിൻ്റെയും തേങ്ങയുടെയും ജീരകത്തിൻ്റെയും ഗാർലിക്കിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇവിടെ നമ്മൾ അരച്ച് ചേർത്ത അരപ്പിൻ്റെ പച്ചമണം ഏകദേശം മാറിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വൃത്തിയായി കഴുകി അരിഞ്ഞ് വെച്ചേക്കുന്ന ചീര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. ഞാനെല്ലാം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2 മിനിറ്റ് അടച്ചു വെച്ച് ചെറുതായി ഒന്ന് ആവി കയറ്റാം. നമ്മുടെ ചീരത്തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്